ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ന്യൂ വുമൻസ് വേൾഡ് ചാമ്പ്യൻ നയോമിയുടെ സെഗ്മെൻ്റാണ് ആദ്യം നടന്നത്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി പറയാം. ഇന്നത്തെ റോ എപ്പിസോഡ് വേറെ ലെവൽ ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത്. ചെയ്തിട്ടുള്ള എല്ലാ മാച്ചും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ റോ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സിൽ റോമൻ റെയിൻസിൻ്റെ റിട്ടേണും വെച്ചുകൊണ്ട് വേറെ ലെവലാക്കിയിട്ടാണ് റോ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡ് ഒരു വേറെ ലെവൽ ഷോ ആയിരുന്നു. ഇനി ഈ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നയോമി വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട്. അതേസമയം അവിടെ റിയ റിപ്ലി വരുന്നുണ്ട്. അതുപോലെ തന്നെ മുൻ ചാമ്പ്യൻ ഇയോ സ്കൈയും വരുന്നുണ്ട്. ഇവർ വന്നതിന് ശേഷം ഇവർക്ക് തമ്മിൽ സെഗ്മെന്റ് പോകുന്ന സമയത്ത് ആഡം പിയേഴ്സ് അവിടെ വന്നുകൊണ്ട് ഇവർക്കൊരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് സമ്മർ സ്ലാമിലേക്ക് കൺഫേം ചെയ്തു. അപ്പോൾ സമ്മർ സ്ലാമിൽ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ട്രിപ്പിൾ ത്രെഡ് മാച്ചായിട്ടാണ് നടക്കാൻ പോകുന്നത്. പിന്നീട് ജഡ്ജ്മെന്റ് ടീമിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. അപ്പോൾ ഫിൻ ബാലർ ഡൊമിനിക് മിസ്റ്റീരിയോട് പറയുന്നത്, നിന്റെ കയ്യിൽ ഡോക്ടർ തന്ന ലെറ്റർ ഉള്ളിടത്തോളം കാലം നീ AJ സ്റ്റൈൽസിനെ പേടിക്കേണ്ട, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. അതുപോലെ തന്നെ ഇന്ന് റോക്സാൻ പെരസ് റെക്കയിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ഡൊമിനിക്കിനോട് പറയുന്നുണ്ട്. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻസായ റെക്കൽ ആൻഡ് റോക്സാൻ പെരസ് വേഴ്സസ് ആസ്ക ആൻഡ് കൈരി സെയിൻ. ഇവർക്കൊരു ടാഗ് ടീം മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് ആസ്ക കൈരി സെയിൻ വിൻ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. എങ്കിലും മാച്ചിൻ്റെ അവസാനത്തിൽ ഡൊമിനിക് മിസ്റ്റീരിയോ ചീറ്റ് ചെയ്തുകൊണ്ട് ആസ്ക ആൻഡ് കൈരി സെയിൻ ഈ മാച്ചിൽ തോറ്റുപോയി. അതായത് ആസ്കയെ റോൾ പിൻ ചെയ്ത് റോക്സാൻ പെരസ് ആൻഡ് റെക്കൽ ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ പോൾ ഹേമനോട് സെത്ത് റോളൻസിന്റെ അപ്ഡേറ്റ് ചോദിക്കുമ്പോൾ പോൾ ഹേമൻ അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യാനായിട്ട് ജൂൺ മാസം വരേക്കും അവർക്ക് സമയമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ ബ്രോൺ ബ്രേക്കർ ഇന്ന് നടക്കാൻ പോകുന്ന ഗോൺട്ട്ലെറ്റ് മാച്ച് വിൻ ചെയ്തുകൊണ്ട് സമ്മർ സ്ലാമിൽ ഗന്ധറിനെ തോൽപ്പിച്ച് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്നൊക്കെയാണ് പോൾ ഹേമൻ ഈ സെഗ്മെന്റിൽ പറഞ്ഞത്. പിന്നീട് IC ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടൻഡറിന്റെ ഒരു മാച്ച് നടന്നു. ഇത് 2 ഔട്ട് ഓഫ് 3 ഫെയിൽ മാച്ച് ആയിട്ടാണ് നടന്നത്. ഈ മാച്ച് നടന്നത് ലൈറ വൾക്കീരിയ വേഴ്സസ് ബെയ്ലി ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ വേറെ ലെവൽ മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. അതുപോലെ മാച്ചിൽ പല സമയങ്ങളിലും രണ്ടുപേരും മാറി മാറി ഫിനിഷറെല്ലാം ചെയ്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിൽ ഒരു അവസരം കിട്ടിയ സമയത്ത് ബെയ്ലിയെ ഫിനിഷർ ചെയ്തുകൊണ്ട് ലൈറ വൾക്കീരിയാണ് ഈ മാച്ച് വിൻ ചെയ്ത് ബെക്കി ലഞ്ചിൻ്റെ കൂടെ IC ചാമ്പ്യൻഷിപ്പിന് സമ്മർ സ്ലാമിലേക്ക് ആഡ് ആയത്. അപ്പോൾ ഇവരുടെ സ്റ്റോറി റസൽമേനിയ തൊട്ട് കറങ്ങി തിരിഞ്ഞ് ഇപ്പോൾ സമ്മർ സ്ലാമിൽ വന്ന് എത്തിയേക്കാണ്. എന്തായാലും വേറെ ലെവലാണ്. അതുപോലെ ലൈറ വൾക്കീരിയ ഒരു രക്ഷയില്ല. അവരുടെ പെർഫോമൻസ് ഭാവിയിലെ വേൾഡ് ചാമ്പ്യൻ ആണ് എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നീട് നിക്കി ബെല്ല വേഴ്സസ് ചെൽസി ഗ്രീൻ ഇവർക്കൊരു സിംഗിൾസ് മാച്ച്. അപ്പോൾ നിക്കി ബെല്ലയ്ക്ക് എവല്യൂഷനിൽ മാച്ച് ഉണ്ടായില്ലേ എന്ന് പലരും ചോദിച്ചിരുന്നു. അവർ ആ ഒരു ബാറ്റിൽ റോയൽ മാച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ലിവ് മൊർഗനുമായിട്ടായിരുന്നു മാച്ച്. പക്ഷേ ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ട് അതൊന്നും നടന്നില്ല. ഇനി ഈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ മാച്ചിൻ്റെ അവസാനത്തിൽ ചെൽസി ഗ്രീനെ തോൽപ്പിച്ചുകൊണ്ട് നിക്കി ബെല്ലയാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ആൽബ ഫയറും പൈപ്പർ നിവിനും ചേർന്ന് നിക്കി ബെല്ലയെ അറ്റാക്ക് ചെയ്യുമ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റെഫനി വൾക്കറാണ് വന്നത്. വന്നതിന് ശേഷം നിക്കി ബെല്ലയെ സേവ് ചെയ്തു. പിന്നീട് ഇവളാണ് ഭാവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിക്കി ബെല്ല കൈയെല്ലാം പിടിച്ച് ഉയർത്തുന്നുണ്ടായിരുന്നു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ പ്ലാനിനെ പറ്റിയൊക്കെ ആഡം പിയേഴ്സും ന്യൂഡേ ടീമും സംസാരിച്ച് നിൽക്കുന്നതായി. അതേസമയം ജഡ്ജ്മെന്റ് ടീം അവിടെ വരുന്ന സമയത്ത് ആഡം പിയേഴ്സ് പറയുന്നുണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോട് IC ചാമ്പ്യൻഷിപ്പ് മാച്ച് AJ സ്റ്റൈൽസിന്റെ കൂടെ വരും എന്നും. ആ സമയത്ത് ഡോക്ടറുടെ ലിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സമ്മർ സ്ലാമിൽ ആ മാച്ച് നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് കൺഫേം ചെയ്തിട്ട് അവിടെ നിന്നും പോയി. ശേഷം AJ സ്റ്റൈൽസ് വീണ്ടും വന്ന് ഒരു മൈൻഡ് ഗെയിം ചെയ്ത് പോകുന്നത് പോലെ കാണിച്ചിരുന്നു. അപ്പോൾ സമ്മർ സ്ലാമിലാണ് IC ചാമ്പ്യൻഷിപ്പ്. നമ്മളെല്ലാവരും ഫിൻ ബാലർ ഫോഴ്സ് ഡൊമിനിക് IC ചാമ്പ്യൻഷിപ്പ് വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ജഡ്ജ്മെന്റ് ടീമിനെ ബ്രേക്കപ്പ് ആക്കാനുള്ള പ്ലാനൊന്നും ഇവർക്കില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ലിവ് മോർഗനൊക്കെ വന്നതിന് ശേഷമായിരിക്കും ആ പ്ലാനിനെ പറ്റിയൊക്കെ ചിന്തിക്കുക. പിന്നീട് ബാക്ക് സ്റ്റേജിൽ റുസേവിനെ കാണിച്ചു. അപ്പോൾ ചോദിക്കുന്നത് ഷെയ്മസുമായിട്ടുള്ള മാച്ചെല്ലാം കഴിഞ്ഞു, ഇനി എന്താണ് പ്ലാൻ എന്നൊക്കെയാണ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് അവിടെ ഷെയ്മസ് വന്ന് പറയുന്നത് റുസേവ് ഒരു വഞ്ചകനാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ആഡം പിയേഴ്സുമായിട്ട് സംസാരിച്ചു, അപ്പോൾ നമ്മൾക്ക് വീണ്ടും ഒരു മാച്ച് വയ്ക്കാം എന്നാണ് ആഡം പിയേഴ്സ് പറഞ്ഞത് എന്ന് ഷെയ്മസ് റുസേവിനോട് പറയുന്നുണ്ട്. അപ്പോൾ റുസേവ് പറയുന്നുണ്ട് എൻ്റെ ശ്രദ്ധ മുഴുവൻ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിലാണ് എന്നൊക്കെ. അപ്പോൾ ഇവർക്ക് സമ്മർ സ്ലാമിൽ മാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്, നോക്കാം. പിന്നീട് വേൾഡ് ചാമ്പ്യൻ ഗന്ധറിൻ്റെ സെഗ്മെന്റ്. ഗന്ധർ വന്നതിന് ശേഷം ഗോൾബർഗിനെ തോൽപ്പിച്ച കാര്യത്തെപ്പറ്റി എല്ലാം പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവസാനം പോൾ ഹേമൻ ബ്രോൺ ബ്രേക്കർ ടീം അവിടെ വന്നുകൊണ്ട്
ഗന്ധറുമായിട്ട് സംസാരിച്ചു. അപ്പൊ പോൾ ഹേമൻ പേരെല്ലാം പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് ഗന്ധർ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ. എന്നിട്ട് പോകാൻ നോക്കിയപ്പോൾ ബ്രോൺ ബ്രേക്കർ തടഞ്ഞു. ശേഷം ഇവര് പറയുന്നത് ബ്രോൺ ബ്രേക്കർ ഇന്ന് ഗോട്ട്ലെറ്റ് മാച്ച് വിൻ ചെയ്ത് ഗന്ധറിനെ സമ്മർ സ്ലാമിൽ തോൽപ്പിച്ചുകൊണ്ട് വേൾഡ് ചാമ്പ്യൻ ആകും എന്നൊക്കെയാണ്. അതിനുശേഷം ഗന്ധർ അവിടെ നിന്നും പോയി ശേഷം വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടൻഡർ മാച്ച്, അതും ഗോട്ട്ലെറ്റ് മാച്ച് ആയിട്ടാണ് നടന്നത്. ഈ മാച്ച് നടന്നത് CM പങ്ക്, പെൻറ്റ, ബ്രോൺ ബ്രേക്കർ, ജെയുസോ, LA നൈറ്റ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ വേറെ ലെവൽ മാച്ച് ആയിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയത്. ഫസ്റ്റ് പെൻറ്റ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ ആണ് മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അടിപൊളിയായി തന്നെ മുന്നോട്ട് പോയി. എന്നാൽ മാച്ചിന്റെ അവസാനത്തിൽ പെൻറ്റ സെക്കൻഡ് റോപ്പ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് അങ്ങനെ തന്നെ ബ്രോൺ ബ്രേക്കർ റിവേഴ്സ് ചെയ്ത് സ്പിയർ ചെയ്തു. എന്നിട്ട് പിൻ ചെയ്ത് പെൻറ്റയെ ഈ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു. പിന്നീട് LA നൈറ്റ് ആണ് വന്നത്. LA നൈറ്റുമായിട്ട് അടിപൊളിയായിട്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഇവർ റിങ്ങിന് പുറത്തെല്ലാം പോയി ഫൈറ്റ് ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു. എന്നാൽ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ LA നൈറ്റിന്റെ കണ്ണിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് ശേഷം അങ്ങനെ തന്നെ സ്പിയറും ഫിനിഷറും കൊടുത്ത് LA നൈറ്റിനെയും ഈ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു. പിന്നീട് ജെയുസോയാണ് വന്നത്. ജെയുസോ ഒന്ന് ഏകദേശം ബ്രോൺ ബ്രേക്കറിനെ തോൽപ്പിക്കാറായ സമയത്ത് ബ്രോൺസൺ റീഡ് കയറി ജെയുസോനെ തട്ടിയിട്ടു. പിന്നീട് ആ ഒരു അവസരം ഉപയോഗിച്ച് ബ്രോൺ ബ്രേക്കർ സ്പിയർ ചെയ്ത് ജെയുസോനെ ഈ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു. അവസാനം CM പങ്ക് ആണ് വന്നത്. CM പങ്ക് വന്നതിന് ശേഷം ബ്രോൺ ബ്രേക്കറെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. എന്നാൽ അവിടെയും ബ്രോൺസൺ റീഡിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ജെയുസോ വന്നുകൊണ്ട് ബ്രോൺസൺ റീഡിനെ അറ്റാക്ക് ചെയ്ത് CM പങ്കിന് ഒരു ഹെൽപ്പ് ചെയ്തു കൊടുത്തു. ശേഷം ബ്രോൺ ബ്രേക്കർ സ്പിയർ ചെയ്യാൻ നോക്കിയപ്പോൾ CM പങ്ക് അങ്ങനെ തന്നെ ചവിട്ടിക്കൊണ്ട് ബ്രോൺ ബ്രേക്കറിന് ഗോ ടു സ്ലീപ്പ് ഫിനിഷർ കൊടുത്ത് ഈ മാച്ചിൽ CM പങ്ക് ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്ത് സമ്മർ സ്ലാമിൽ ഗന്ധറുമായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഒഫീഷ്യലായി കൺഫേം ചെയ്തു. മാച്ച് കഴിഞ്ഞതിന് ശേഷവും ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും CM പങ്കിനെ അറ്റാക്ക് ചെയ്തു. ആ സമയത്തും ജെയുസോ വന്നുകൊണ്ട് CM പങ്കിനെ സേവ് ചെയ്യാൻ നോക്കിയെങ്കിലും ഇവരെ രണ്ടുപേരെയും ബ്രോൺ ബ്രേക്കർ ടീം അറ്റാക്ക് ചെയ്തു. അപ്പോഴാണ് ഫാൻസ് OTC എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ റോമൻ വരില്ല എന്ന് വിചാരിച്ച അടുത്ത സെക്കൻഡിൽ തന്നെ റോമൻ റെയിൻസ് അവിടെ റിട്ടേൺ ചെയ്തു. റോമൻ റെയിൻസ് വന്നതിന് ശേഷം ഇവർക്ക് സൂപ്പർമാൻ പഞ്ചും സ്പിയർ എല്ലാം കൊടുത്തുകൊണ്ട് അവസാനം ജെയുസോയായിട്ടുള്ള ടാഗ് ടീം മാച്ചാണ് സമ്മർ സ്ലാമിൽ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ റോമൻ റെയിൻസ് എപ്പോഴും റിട്ടേൺ ചെയ്യുമ്പോൾ വേറെ ലെവലായിരിക്കും. എന്നാൽ ഇന്ന് മാത്രമാണ് വളരെയധികം വിഷമം തോന്നിയത്. അതായത് സെത്ത് റോളൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ സമ്മർ സ്ലാം മാച്ചിലേക്കുള്ള ലീഡായിരുന്നു ഇന്ന്, അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് നടക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ സെത്തിന് ഇഞ്ചുറി സംഭവിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്തിട്ട് ഇങ്ങനെ വിഷമം തോന്നിയിട്ടുള്ളത്. അത് സെത്തിന് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ടാണ്. അപ്പോൾ റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ വേറെ ലെവൽ ഷോ ആയിരുന്നു. അതുപോലെ റോമൻ്റെ റിട്ടേണും കൂടി ആയപ്പോൾ എല്ലാം തീരുമാനമായി. മാക്സിമം ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.